അന്ന് വൈകിട്ട് എൻ്റെയും വൈഫിൻ്റെയും കൂടെ മോനെ പറഞ്ഞു വിട്ടു സ്റ്റേഷനിൽ നിന്ന്. വീട്ടിൽ വന്ന് ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം. ഇത്രയും അടിച്ചു പൊട്ടിച്ച് ഞങ്ങളപ്പോൾ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ അവിടെ നിന്ന് ഇൻറ്റിമേഷൻ കൊടുത്തു MLCക്ക്. പക്ഷേ പിറ്റേ ദിവസം ഞാൻ സ്റ്റേഷനിൽ ചെന്ന് ഇവൻ്റെ ബൈക്കും ഫോണും എടുക്കാൻ ചെന്നപ്പം ഈ CI എന്നോട് തട്ടിക്കയറി. അവിടെയുള്ള ഒരു 20ഓളം പോലീസുകാർ ചേർന്ന് എന്നെ വളഞ്ഞു വെച്ച് ആക്രോശിച്ച് എന്നെ ലാസ്റ്റ് ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് എന്നെ റിമാൻഡ് ചെയ്യാൻ പോയി. അപ്പോഴാണ് എൻ്റെ ചേട്ടനായിട്ടുള്ള CK ബാബു, പുള്ളി റിട്ടയർഡ് DSP ആണ്, പുള്ളിനെ തൊട്ടടുത്ത് തന്നെ താമസിക്കും, പുള്ളിനെയൊക്കെ വിളിച്ചു വരുത്തി ഇത് കോംപ്രമൈസിലേക്ക് ആക്കി. എന്നിട്ട് മോനെ മകനെ ലാത്തി കൊണ്ട് അടിച്ചു എന്നുള്ള വിഷയമാണ് അവർക്ക് പ്രശ്നമായത് അല്ലേ? അതോ മറ്റേ വണ്ടിയുടെ വിഷയമാണോ? അല്ല സാറേ, ഈ ഇത്രയും പരിക്ക് പ്രത്യക്ഷത്തിലുണ്ട്, ഡോക്ടർ സർട്ടിഫിക്കറ്റും ഉണ്ട്, സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ട്, പോലീസ് മർദ്ദനത്തിൽ ഉണ്ടായതാണെന്ന്. അപ്പം ഞാൻ പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും, അവർക്കറിയാതെ. അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ പരാതിയായിട്ട് പോവുകയാണെങ്കിൽ മോനെതിരെ ഞങ്ങൾ കാപ്പയുമുത്തും. കാരണം ഇവന് കോളേജ് പഠിക്കുമ്പോൾ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റോ അങ്ങനെ എന്തോ നിലവിലൊക്കെ പ്രവർത്തിച്ചിരുന്ന. അപ്പോൾ 2 കേസുണ്ട് അവന്. ആ 2 കേസുള്ള ക്യാമ്പസ് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവനെ ഞങ്ങൾ ഈ കേസും കൂടി ചുമത്തി അവനെ കാപ്പയുമുത്തും, പത്രസമ്മേളനം വിളിക്കും, നിങ്ങളുടെ ജോലി കളയും എൻ്റെ. കാരണം ഞാൻ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കും. അങ്ങനെ എൻ്റെ ജോലി കളയും. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഞങ്ങളപ്പോൾ അവിടെ വഴങ്ങി. കാരണം എനിക്ക് സ്റ്റേഷനിൽ വെളിയിൽ ഇറങ്ങണം, കാരണം ഇല്ലെങ്കിൽ എന്നെ പിടിച്ച റിമാൻഡ് ചെയ്യും. അത്രയ്ക്കും ഒരു ബോധമില്ലാത്ത രീതിയിലാണ് അവരുടെ പെരുമാറ്റം. അങ്ങനെ ഇവർ മോനെ രാത്രി അന്ന് തന്നെ വിളിച്ചു വരുത്തിയിട്ട് പരാതി ഇല്ലയെന്ന് എഴുതി മേടിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ഞാൻ അപ്പം തന്നെ എല്ലാവർക്കും പരാതി കൊടുക്കാനുള്ള തീരുമാനത്തിൽ ഞാൻ ഇറങ്ങി. പിറ്റേ 23-ാം തീയതി ഞാൻ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി അടക്കം DGP അടക്കം എല്ലാവർക്കും പരാതി മെയിൽ ചെയ്തു. അപ്പോഴാണ് ഇവർക്ക് ഹരിജൻ അട്രോസിറ്റി, SC അട്രോസിറ്റി വെച്ച്, ഞങ്ങൾ SC വിഭാഗമാണ്, SC അട്രോസിറ്റി വെച്ച് ഞാൻ കേസ് ഈ പരാതികൾ എല്ലായിടത്തേക്കും അയച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സംഗതി പ്രശ്നമായെന്ന് അറിഞ്ഞുകൊണ്ട് 20-ാം തീയതി സംഭവം നടക്കുന്ന ഓർക്കണം. 23-ാം തീയതി രാത്രി 10 മണിക്ക് ശേഷം ഈ ഡ്രൈവർ എന്ന് പറഞ്ഞ ഈ പൊന്മാങ്കലിൻ്റെ ഡ്രൈവറെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് പോലീസുകാർ പറയുന്ന രീതി എഴുതി പരാതി എഴുതി മേടിച്ചു. ഡ്രൈവർ ഡോക്ടറുടെ ഒക്കെ പോയിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം അന്ന് അടുത്ത ട്രിപ്പ് എടുത്ത് പോയ ഡ്രൈവറാണ്. അല്ല, അവിടെ പോയതിന് ഒരു തെളിവില്ലല്ലോ, CCTV ഉണ്ടല്ലോ അല്ലേ? CCTV ഉണ്ട് സാറേ. ഈ ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് ഇവര് മോനെതിരെ കേസെടുത്തിരിക്കുന്നത് ഡ്രൈവറെ ഹെൽമെറ്റിന് തല്ലി, വധഭീഷണി മുഴക്കി, അവിടെയുള്ളവരെ തല്ലാൻ ശ്രമിച്ചു, പോലീസുകാരെ തല്ലി എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് കള്ളക്കേസെടുത്തത്. അങ്ങനെ FIR ഇട്ടു. FIR ഇട്ട് 2 കേസെടുത്തിരിക്കും. ഒന്ന് ആദ്യം ബസ് സ്റ്റാൻഡിൽ ബഹളം വെച്ചു എന്നുള്ളതിന് 118A പ്രകാരം ഒരു കേസെടുത്തിട്ടുണ്ട്. അത് 6 മണിക്ക് കേസെടുത്തു. 6:15 മോൻ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയും. 3 ദിവസം കഴിഞ്ഞ് വേറൊരു കേസ്. ശരി. എന്നാൽ ഈ സംഭവ സ്ഥലത്ത് വന്നത് CIM പാർട്ടിയാണ്. പക്ഷേ FIR പ്രകാരം ഗ്രേഡ് SI കൂടി ടീം വന്നാണ് ഇവനെ അറസ്റ്റ് കൊണ്ടുപോയിരിക്കുന്നത് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് എന്നാണ് എല്ലാം.